കേരളത്തിന്റെ സ്വർഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം വാഗമണിലേക്കാണ്. ഡബിൾ ബെഡ്റൂമിന് 1600 രൂപയും സിംഗിൾ ബെഡ്റൂമിന് 1200 രൂപയാണ്. സൂപ്പർബായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. നമുക്ക് വാഗമൺ ട്രിപ്പ് അടിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കരുതാത്ത ഒരു പോയിന്റ് ആണ് അഡ്വഞ്ചർ പാർക്ക്. തോറും ഇവിടുത്തെ ഭംഗി കൂടി കൂടി വരുവാണ് കേട്ടോ. ഓരോ ലൈറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. താഴെ ഫുള്ള് വെള്ളവും അതിന്റെ മുകളിൽ ചെറിയൊരു പൊങ്ങിട്ട് ഹൈറ്റിലാണ്. പിന്നെ ഇവരെ ഇതിന്റെ ഓരോ പെറ്റൽസും ഉള്ള വ്യൂ അമേസിംഗ് ആണ്. നല്ല കുളിർ കാറ്റും സണ്ണിന്റെ ഒരു മോഡലില് ആർച്ചായിട്ട് ഇവരിവിടെ ഹലോ, നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിന്റെ സ്വർഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം വാഗമണിലേക്കാണ്. ടേൺ വളവുകളൊക്കെ കയറി നമ്മൾ നല്ലൊരു സ്പോട്ട്, കുന്നും മലയും ചെറിയൊരു മഞ്ഞ് മൂടി കിടക്കുന്ന കണക്ക് നല്ലൊരു തണുത്ത കാറ്റൊക്കെ കിട്ടുന്ന ഒരു കൂൾ അറ്റ്മോസ്ഫിയർ കിട്ടിയപ്പം ഞങ്ങളൊന്ന് ഭംഗി കാണാൻ വേണ്ടിയിട്ട് റോട്ടിലൊന്ന് നിർത്തിയിട്ട് ഇറങ്ങിയതാ. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, പൈൻ ഫോറസ്റ്റ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള യാത്രയായിരിക്കും നമുക്കിന്ന്. നമ്മുടെ സ്പെഷ്യാലിറ്റി, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കത്തില്ല, നമ്മുടെ കൂടെ നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ടായിരിക്കും. അപ്പം വീഡിയോയുടെ വിശദമായുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഫർദർ കാണാം. മലകളൊക്കെ കയറി വാഗമണിന്റെ യഥാർത്ഥ ഭംഗിയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നല്ല തേയിലത്തോട്ടം കണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. ആരാണേലും ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് തേയിലത്തോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരാണേലും വണ്ടി നിർത്തി ഒന്ന് ഇതിൻ്റെ ഇടയ്ക്കേക്ക് കയറി ഒരു 2-3 ഫോട്ടോ എടുക്കാതെ തിരിച്ചു പോകത്തില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് നല്ല കയറാൻ പറ്റിയ നല്ല ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. നല്ലൊരു മൊട്ടക്കുന്നിൻ്റെ ഷേപ്പിൽ ഇതിങ്ങനെ തേയിലത്തോട്ടം, ടീ പ്ലാന്റേഷൻസ് ഇവരിവിടെ ഭംഗിയായിട്ട് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ട് അങ്ങ് മുകളിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുക. മുകളിൽ നിന്നുള്ള വ്യൂ അതിപ്പം എന്ന സ്ഥലമാണെന്ന് വെച്ചാലും പൊക്കത്തിൽ നിന്നുള്ള വ്യൂ ഏറ്റവും ഭംഗിയുള്ളതായിരിക്കും അല്ലേ. അങ്ങനെ അതിൻ്റെ ഈ ഭംഗി കൂടുതൽ ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ പൊക്കത്തേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുക. അവരിപ്പം ചേട്ടനും അമ്മയൊക്കെ അങ്ങ് മുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങ് വരെ കയറി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കും അവിടെ. ഇപ്പം തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ ഇറങ്ങിയേക്കുന്ന സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ഉള്ളു നമുക്ക് വാഗമണിൻ്റെ മെയിൻ അട്രാക്ഷൻസിലേക്ക് എത്താനായിട്ട് അവർ പറയുന്നത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെയാണ് കേട്ടോ പോകുന്നത്. അയ്യടാ, ഞാൻ ഇപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. അവിടെ പ്ലെയിൻ മലകൾ, പ്ലെയിൻ മൊട്ട കുന്നുകളും ഇവിടെ കുറേ വേറെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾ കാറ് കയറി വന്നപ്പോഴത്തേക്കും എൻ്റെ ചെവിയൊക്കെ അടഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല നല്ല തണുത്ത കാറ്റും നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. മമ്മീൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പോയി. ചേച്ചിയും ഫാമിലിയും ഒക്കെ അവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. അങ്ങനെ ആമിക്കുഞ്ഞ് വാ, ഓടി വാ. നല്ല രസമുണ്ട് കേട്ടോ. ഓ, ഞങ്ങളുടെ പുതിയ മെമ്പറാണ് ആമിക്കുഞ്ഞിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ. പേര് പറഞ്ഞേ, പേര് പറ. അമിലിയ സാൽവിൻ. അമിലിയ സാൽവിൻ ഇഷ്ടപ്പെട്ടോ സ്ഥലം? എന്തൊക്കെ കാരണം നമുക്കിനി കുറെ സ്ഥലത്ത് പോകാനുണ്ടല്ലേ. എവിടെയൊക്കെയാ? ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഓരോരുത്തരും ഏറ്റെടുത്ത സ്ഥലം അത് അവരെ ട്രീ പ്ലാന്റേഷൻസ് ചെയ്ത് വളർത്തി അതിൽ നിന്ന് ആദായമൊക്കെ എടുക്കുന്നത്. അപ്പം ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്. വീടുകൾ ഇവിടെ കാണുന്നില്ലെങ്കിലും വീടുകളൊക്കെ അപ്പുറത്തുണ്ട്. അവർ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും ഇവർ വീട്ടിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാലറിയാം. തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയ ഒരു 7 ഫുള്ള് തേയിലത്തോട്ടങ്ങളാണല്ലേ. മിക്കയിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ഫെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ആരും ഉള്ളിലേക്ക് കടന്നു പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇവരങ്ങനെ ബോർഡർ ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി പോരാം. പിന്നെ നമ്മൾ അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും വരുത്തുന്നില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങളിങ്ങനെ കയറി പോന്നു. അത് മോളെ ഇതുണ്ടോ? മുകളിലേക്ക് നോക്കാം. അവിടെ കണ്ടോ കൊച്ചു ചോദിച്ചില്ല വീട് കണ്ടില്ലല്ലോ. അത് കണ്ടോ അവിടെ ഒരു വീട്? അപ്പോൾ വീടുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകളുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് യോഗ എടുത്തേ. യോ അങ്ങനെ നല്ല തേയിലത്തോട്ടം
ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടും പാടി നടക്കുകയായിരുന്നു. തൊപ്പിയൊക്കെ പറന്നു പോന്നാ. നമ്മൾ വാഗമൺ ടൗണിലെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റ്ലി നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു എവിടെ നമ്മൾ ഹോം സ്റ്റേക്ക് കയറണം എന്നുള്ളത്. അപ്പം അറ്റ് ലാസ്റ്റ് നമുക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 100% എന്താണ് പൈസയ്ക്ക് മണി വർത്ത് ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണിത്. ഇവിടെ റേറ്റ് വരുന്നത് ഡബിൾ ബെഡ്റൂമിന് 1600 രൂപയും സിംഗിൾ ബെഡ്റൂമിന് 1200 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. അപ്പം ഞങ്ങൾ 2 ഡബിൾ ബെഡ്റൂം, കിങ് സൈസ് ബെഡ്റൂമും ഒരു സിംഗിൾ ബെഡ്റൂം ആയിരുന്നു എടുത്തത്. സിംഗിൾ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും കാണുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതി തന്നെയാണ് ഇവരിവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ചെറിയ മേഞ്ഞ് ഇരിക്കുന്ന ഒരു വെൽക്കം രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുക്കൊരു ചെറിയ പാതയും അവിടെ ഒരു ചെറിയ ഗാർഡൻ പോലെ ബോർഡർ ലൈനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഹില്ലി വ്യൂ, നല്ല അടിപൊളി ഒരു ഹില്ലി വ്യൂ നമുക്ക് അവിടുന്ന് കാണാം. പിന്നെ ഉള്ളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ റൂം അറേഞ്ച്മെന്റ് വരിക. ഈ 2 സൈഡിലേക്കും റൂംസ് വരുന്ന രീതിയിൽ. പിന്നെ ഉള്ളിലേക്ക് ഞങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് കയറിയായിരുന്നു. അപ്പം റൂം ഇത്രയധികം സൈസായിരിക്കും, റൂമിന് ഇത്ര വലിപ്പം ഉണ്ടാവും. ബെഡ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്, കിങ് സൈസ് ബെഡ്റൂമാണ്. പിന്നെ ഇങ്ങോട്ട് ബാത്റൂമും വരും. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ മിററും ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സൗകര്യങ്ങളോട് കൂടി തന്നെയുള്ള ഒരു റൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടെറസാണ്. അവിടെ റൂംസ് ഇല്ല, അവിടെ അവർ ടെറസാണ് സെറ്റ് ചെയ്തത്. നമ്മൾ ടെറസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ള നല്ലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ചിക്കൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം, ചിക്കനും അതിന് വേണ്ട മസാലയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അപ്പം ടൗണിൽ നിന്നും ജസ്റ്റ് ഏകദേശം ഒരു 300-400 മീറ്റർ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഹോം സ്റ്റേ. 300 മീറ്ററിൽ നമുക്ക് ഈ ഹോം സ്റ്റേയിൽ ഈ ലൊക്കേഷനിൽ എത്താം. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനാണേലും ജസ്റ്റ് 300 മീറ്റർ പോയാൽ മതി. ടൗണിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് നൈറ്റിൽ നല്ല അടിപൊളി മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല ഒരു വ്യൂ, നല്ല ഹില്ലി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ നല്ല ഞങ്ങൾക്ക് പൈസയ്ക്ക് വെർത്ത് ആയിട്ടുള്ള തോന്നിയ ഒരു ഹോം സ്റ്റേ തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ആര് വന്നു കഴിഞ്ഞാലും, ആരും വാഗമണ് വന്നു കഴിഞ്ഞാലും ഹോം സ്റ്റേ ഏതെടുക്കണമെന്ന് അധികം കൺഫ്യൂസ് ആയി നിൽക്കേണ്ട കാര്യമില്ല. നല്ലൊരു ഹോം സ്റ്റേ ആണ്, ഞങ്ങൾ 100% സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇനി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും ഉണ്ട്. അഡ്വഞ്ചർ പാർക്കും പിന്നെ മെഡോസും അതേപോലെ തന്നെ പൈൻ ഫോറസ്റ്റും പിന്നെ കയാക്കിങ്ങും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് എല്ലായിടത്തും ഇവിടെ സ്റ്റേ ചെയ്ത് എല്ലായിടും എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വാഗമൺ ട്രിപ്പ് അടിപൊളിയാക്കിയിട്ട് പോകാൻ പറ്റും. അപ്പം വീഡിയോയുടെ ഫർദർ ഡീറ്റെയിൽസിൽ നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അഡ്വഞ്ചർ പാർക്കിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് എത്തിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മളിവിടെ ഒരു ഈവനിങ് ടൈമിലേക്കാണ് എത്തിയിട്ടുള്ളത്. നാളെ നമ്മൾ നേരത്തെ വന്ന് ഇവിടുത്തെ എല്ലാ റൈഡ്സിലൊക്കെ കയറി നല്ല രീതിയിൽ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ 6:30 തൊട്ടിട്ട് ഒരു മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ, ഒരു DJ പോലെ ഇവിടെ ഇന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ ഈ ഭംഗിയായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെൽക്കമാണ്. ലൈറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ഒരു ലോട്ടസിൻ്റെ രീതിയിൽ ലൈറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ഐ ലവ് വാഗമൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ലൈഡ്സും റൈഡ്സും ഒക്കെ ഉണ്ട്. മുകളിലേക്കാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് വരിക. അപ്പോൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി ഇവിടെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് മുകളിലേക്ക് പോവാം. മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം സമയം 5:45 അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറടിക്കത്തില്ല, കാരണം ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മൾ ആസ്വദിച്ച് കണ്ടിരുന്ന് പോവും.
കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഈ പുല്ലും പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ട് അവർ ആ ഒരു ഏരിയ ഫുള്ള് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടി ശരിക്കും നമുക്ക് കാണാനും അറിയാനും ആസ്വദിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ പകൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ആർച്ച് ഷേപ്പിലൊക്കെ ആയിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലൈറ്റിങ്ങും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇവിടെ ഈ വെയിറ്റിംഗ് പീരീഡ് കുറച്ചധികം ഉണ്ടെങ്കിലും നമുക്ക് ആസ്വദിച്ച് എല്ലായിടത്തും നടന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് എല്ലാ പോയിന്റിലും നല്ലൊരു വെറൈറ്റി ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2025 എന്നുള്ളൊരു നമ്പറിങ് ഇത് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അതേപോലെ തന്നെ അവിടെ ഒരു ഗിറ്റാറും ഉണ്ട്. സമയത്ത് വരുമ്പോഴത്തേക്ക് ഈ ലൈറ്റിംഗ് കൂടെ വരുമ്പോഴത്തേക്കും നല്ല അധികം അട്രാക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഗിറ്റാറിൻ്റെ ഷേപ്പിൽ ലൈറ്റിങ്ങും വരുന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അതിൻ്റെ ചുറ്റും തന്നെ കുറേ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കരിമ്പുലിയുടെ ഒരു ഷേപ്പിൽ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭീകര ഒരു ലുക്കായിട്ടേ അവൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭയങ്കര രസമുണ്ട് അത് കാണാൻ. നാക്ക് നീട്ടിയിട്ടേ ഇതിങ്ങനെ കണ്ണൂരിട്ട് നിൽക്കുന്നത് കാണാൻ പ്രത്യേക രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. കുറേ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. പിന്നെ ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് സ്റ്റെപ്പ് കയറി കുറച്ചുകൂടെ ഹൈ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ള ഫോട്ടോസും വ്യൂസും ഒക്കെ കിട്ടും. അത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. നമുക്ക് എത്തിയിരിക്കുന്ന സമയം ഒരു സൺസെറ്റിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് അവിടെ സൺസെറ്റും കാണാം. അവിടെ നിന്നുള്ള സൺസെറ്റും ഈ ഒരു ഹിൽ ഏരിയയിൽ വന്നെത്തുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി അമേസിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ നല്ലൊരു രസമുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ട് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ഇവരിവിടെ ഒരു ബോക്സിൽ ലൈറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയലി അമേസിങ്. നല്ല മെഡോസൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല ഹൈറ്റിൽ നിന്ന് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി നല്ല രസമുണ്ട്. ഓടിട്ട് പൊങ്ങിയും താന്നും വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് ആ ഒരു സൺസെറ്റും ഇവിടുന്നുള്ള മെഡോയുടെ വ്യൂവും ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഒപ്പം പല പോയിന്റിലുള്ള ലൈറ്റിങ്ങും ഒക്കെ കൂടെ വരുമ്പം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ കാണുന്നത്. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആർച്ചിൽ അവിടെ താഴെ നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ആർച്ച് അറേഞ്ച്മെൻറ്റ് കണ്ടതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഷേപ്പിലാണ് അവർ ലൈറ്റിങ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. പല വഴികളാണ് കേട്ടോ. പല ഡീവിയേഷനിൽ അവർ പല ഡെക്കറേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ ആർച്ചും, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹാർട്ട് ഷേപ്പിലുള്ള ഒരു വെൽക്കമിങ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കപ്പിൾസിനായിട്ടും ഫാമിലി ആയിട്ടും വന്നിട്ട് ഇഷ്ടംമാതിരി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഓരോ ഫോട്ടോ പോയിന്റ്സും അത് അതിൻ്റെതായ ഭംഗിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ആൾക്കാർ ആരുമില്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടിയാൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. കാരണം നമ്മൾ വന്ന സമയത്ത് കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു അനുഭവമായി തീർന്നത് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടാണ്. നമുക്ക് 6 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാലാണ് ഇതേപോലെ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. 6 മണിക്ക് മുന്നേ ഒക്കെ വരുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓഫ് ആയിരിക്കും. നമ്മൾ എത്ര നടന്നാലും തീരത്തില്ലാത്ത പോലെ കുറേ അധികം കാണാനുണ്ട് കേട്ടോ ഈ പറയുന്ന ഫ്ലവർ ഗാർഡനിൽ. നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ കപ്പിൾസ് ഫോട്ടോഷൂട്ടിന് വീഡിയോസൊക്കെ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ പല പല നല്ല സ്പോട്ട്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട് ഈ ഏതൊരു വ്യൂ ആണെങ്കിലും നല്ല ഹൈറ്റിൽ നിന്ന് കാണുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ മനോഹരമായിരിക്കുന്നു. അപ്പം നമ്മൾ ഡ്രോണിൽ ഇതിൻ്റെ ഈ ഫ്ലവർ ഗാർഡൻ്റെ വീഡിയോ എടുത്തപ്പോഴാണ് ഇത്രയും മെസ്മറൈസിങ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു ഏരിയയിൽ കൂടെ ആയിരുന്നല്ലോ നമ്മൾ ഇത്രയും നേരം നടന്ന് നിന്ന് ഡ്രോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടപ്പോഴാണ്
ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ നടന്നു പോയ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള വളയങ്ങളും മറ്റ് റിങ് പോലെയുള്ള ആർച്ചുകളും ഒക്കെ ആയിട്ട് ആ വഴി കൂടെ ഒക്കെ നടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഭംഗി അറിയാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസിൽ നിന്ന് വന്നപ്പോഴത്തേക്കാണ് അത് ഒരു പ്രത്യേക രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ട് അവർ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് കാണുന്നത്. അപ്പം ഇത് നോക്കിയാൽ തന്നെ അറിയാം, ആ ചെടിച്ചട്ടി ജസ്റ്റ് മറിഞ്ഞിട്ട് അവിടേക്ക് ആ ഫ്ലവേഴ്സ് എല്ലാം സ്പ്രെഡ് ചെയ്ത രീതിയിൽ അവരവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് കേട്ടോ. ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തന്നെ ആണ് ഇവരുടെ ഈ വർക്ക്. ഈ ഫ്ലവർ ഗാർഡൻ എന്ന് പറയുന്നത് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പം ഒരു 1 ഡേ ട്രിപ്പ് ഈ അഡ്വഞ്ചർ പാർക്ക് പ്ലാൻ ചെയ്യുന്ന ഒരാൾ രാവിലെ ഒരു 10 മണി അറൗണ്ട് ഒക്കെ ആയിട്ട് അഡ്വഞ്ചർ പാർക്കിലെത്തി അവിടുത്തെ റൈഡ്സ് എല്ലാം എൻജോയ് ചെയ്ത് ഈവനിങ് ഒരു 6 മണി അറൗണ്ട് ആയിട്ട് ഇവിടെ ഈ ഫ്ലവർ ഗാർഡനിലെത്തി അവിടുത്തെ കാഴ്ചകളെല്ലാം എൻജോയ് ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഷേപ്പിൽ ആർച്ചായിട്ട് ലൈറ്റിങ് ഒരു എന്താ പറയുന്നത് സണ്ണിൻ്റെ ഒരു മോഡലിൽ ആർച്ചായിട്ട് ഇവരിവിടെ അറേഞ്ച്മെൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. റെഡ്, യെല്ലോ, പർപ്പിൾ, ഗ്രീൻ അങ്ങനെ പല കളറിലുള്ള അറേഞ്ച്മെൻറ്റ്. നമ്മൾ പുറത്തേക്ക് വരും തോറും ഇതിങ്ങനെ സർക്കിളിൻ്റെ വലിപ്പം കൂടി വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും ഉള്ളിലെ സർക്കിൾ തീരെ ചെറിയ സർക്കിൾ നമ്മൾ ചുറ്റി കുറേ സർക്കിളും വരുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ. ഇത് കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡ് ലവിൻ്റെ ഷേപ്പിൽ നല്ല അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഉള്ള ഒത്തിരി അങ്ങോട്ട് കിടക്കണ്ട. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഇരുട്ടി വരുന്തോറും അതിൻ്റെ ഭംഗി കൂടി വരികയാണ്. നമുക്കിപ്പം ലൈറ്റിങ് മാത്രം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ലൈറ്റിങ് ഇവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഒരു ഈ ലവ് ചിഹ്നവും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ചെറിയ മെഡോസും ഒക്കെ കൂടെ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോസും കിട്ടും കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അമേസിങ് ആണ്. നല്ല കുളിർ കാറ്റും. ഈ ഒരു വന്നിരിക്കുന്ന സമയം ഇപ്പം ഞാൻ പറയാം ഒരു 6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ചെറിയ തണുപ്പും ഒരു കുളിർ കാറ്റും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. നല്ലൊരു രസമുണ്ട് ഇതിലെ കൊണ്ട് നടക്കാൻ. എന്നിട്ട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടൈൻ പോയിന്റ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് ഇവിടെയാണ്. അപ്പം പ്രോഗ്രാം സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇവിടുത്തെ ഈ സമയത്തെ മെയിൻ അട്രാക്ഷൻ പോയിന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൈൻ ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ തന്നെ നമ്മൾ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വാട്ടർ ഡാൻസ് ശരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ കഴിയണം ഇപ്പോൾ ശരിക്കും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അഡ്വഞ്ചർ പാർക്ക് ഒരു മൊട്ടക്കുന്നിൻ്റെ നല്ല ഒരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ മൊട്ടക്കുന്നിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം നല്ല ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല മൊട്ടക്കുന്നുകൾ ഇങ്ങനെ അട്ടി ഇരിക്കുന്നതും ചെറിയൊരു മഞ്ഞ് കയറി വരുന്നതും തണുത്ത കാറ്റും പിന്നെ ഈ സൺസെറ്റിൻ്റെ കുറച്ച് എന്താ പറയുക ലക്ഷണങ്ങളൊക്കെ അവിടെ കാണാം. അവർ കുറച്ച് മുന്നേ സൺസെറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കൂടെ കാണാം. ഇവിടെ ഈ മുകളിലെത്തി കഴിയുമ്പോഴത്തേക്കും സൺസെറ്റ് നല്ല വൃത്തിയായിട്ട് കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വി ലവ് വാഗമൺ എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിളിന് അത് നമുക്ക് ഇഷ്ടംമാതിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ എയിം ആയിട്ടുള്ള വാട്ടർ ഡാൻസ് നമ്മുടെ ആ പ്രോഗ്രാം ഇപ്പോൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ജസ്റ്റ് നെക്സ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാം. Nunca vale ya.
Tayawe Ipara haya haya Ramaya vastavaya Ramaya vastavaya बच्चों पूपे पूपे पार्टी பண்ண காத்திருக்கும் ஊரே ஊரே கவலை தூக்கி கிட்டே வாரு யாரோ இங்க வந்து ஆடிடணும் பரவய போலே கையில் இல்லாத எதுக்கு இப்போவே வாடாடா கால வச்ச தையாவே இப்போ ராயா ரமயா மஸ்தாவயா ரமயா மஸ்தாவயா അയ്യോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വാട്ടർ ഡാൻസ്. ഞാൻ മുന്നേ എനിക്ക് തോന്നുന്നത് സിൽവർ സ്റ്റോമും അങ്ങനെ പലയിടത്തും നമുക്കിത് ഇങ്ങനെ ഒരു വാട്ടർ ഡാൻസ് കാണാൻ പറ്റുമെങ്കിലും ഇത് ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു മെഡോസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെറ്റിങ്ങിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് നമുക്ക് ഈ വാട്ടർ ഡാൻസ് കാണാൻ പറ്റുന്ന നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ പല സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഞ്ചസ് ഉണ്ട്. അങ്ങനെ മേളിൽ ആ കുന്ന് പോലെ മൊട്ടക്കുന്നിന്റെ ബാക്കി ഭാഗത്ത് ഈ താഴേക്ക് ഇറക്കം വരുന്നിരിക്കുന്ന ആ ഭാഗത്തൊക്കെ എല്ലാവർക്കും ഇരുന്ന് അവിടുന്ന് നല്ലൊരു സ്ട്രേറ്റ് വ്യൂ നമുക്ക് ഈ വാട്ടർ ഡാൻസ് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നല്ലൊരു അടിപൊളിയായിരുന്നു. രാത്രി ആവും തോറും ഇവിടുത്തെ ഭംഗി കൂടി കൂടി വരുവാണ് കേട്ടോ. ഓരോ ലൈറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അവിടെ എല്ലാ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും എല്ലാം നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു അറ്റ്മോസ്ഫിയർ അല്ല കേട്ടോ ഇപ്പൊ ഇവിടെ ഉള്ളത്. നല്ല സൂപ്പർബായിട്ടുള്ള നല്ല കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം നമുക്ക് കാണുന്നത്. സൂപ്പർബായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. നമുക്ക് വാഗമൺ ട്രിപ്പ് അടിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കരുതാത്ത ഒരു പോയിന്റാണ് അഡ്വഞ്ചർ പാർക്ക്. നമുക്ക് മുന്നേ ഇവിടെ വാഗമൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ കയറിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. റിയലി അമേസിങ്. ഇപ്പം ഈ നമ്മൾ പറഞ്ഞ ലോട്ടസിൻ്റെ ഒക്കെ ഭംഗി കയറി വന്ന സമയത്തെക്കാട്ടിലും നല്ല കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഓരോ പോയിന്റ്സും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വീണ്ടും ഓരോ ഷോട്ട്സ് എടുക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഇത് സെന്ററിൽ ഇവർക്ക് നല്ല ഒരു ഒറിജിനാലിറ്റിക്ക് ചുറ്റും വെള്ളവും താഴെയെല്ലാം വെള്ളമുണ്ട് കേട്ടോ. താഴെ ഫുള്ള് വെള്ളവും അതിൻ്റെ മുകളിൽ ചെറിയൊരു പൊങ്ങിട്ട് ഹൈറ്റിലാണ്. പിന്നെ ഇവരെ ഇതിൻ്റെ ഓരോ പെറ്റൽസും ഈ ലോട്ടസിൻ്റെ ഓരോ പെറ്റൽസും ഇവിടെ അറേഞ്ച് ചെയ്ത് അതിൽ ഇലുമിനേഷൻസ് സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. 2 ഡേ വാഗമൺ ട്രിപ്പില് ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയുടെ എൻഡിങ്. അങ്ങനെ നല്ല അടിപൊളി വാട്ടർ ഡാൻസും ഒക്കെ കണ്ടുകൊണ്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡേയുടെ എല്ലാ ഈവൻസും എല്ലാ ആക്ടിവിറ്റീസും നല്ല സൂപ്പർബായിരുന്നു. ഇപ്പം നമുക്ക് നാളെ ഇതേ സെയിം ലൊക്കേഷനിലേക്ക് തന്നെ നമ്മൾ വരുന്നുണ്ട്. നമുക്കിവിടെ പല ആക്ടിവിറ്റീസ് സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജും അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഇതേ ലൊക്കേഷനിൽ തന്നെ വരണം. നല്ല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസുമായിട്ട് നാളെ വീണ്ടും കാണുന്നതോടെ വരെ ബൈ.